ചാലക്കുടിയിൽ നിന്നും രാവിലെ 6:45 പുറപ്പെടുന്ന ചീനിക്കാസിൻ്റെ പ്രൈവറ്റ് ബസ് സർവീസ് ചാലക്കുടി ടു വാൽപ്പാറ ബസ് സർവീസ് നിർത്തിയിരിക്കുകയാണ്. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടിയാണ് ഈ ഒരു ബസ്സിൽ സ്ത്രീകൾ കയറായത്. സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി വൺ സൈഡ് 102 രൂപ ടിക്കറ്റ് റേറ്റ് വന്നിരുന്നത് അത് പൂർണ്ണമായും സൗജന്യമായതോടുകൂടി എല്ലാവരും അതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ബസ് വെറുതെ യാത്ര പോകുന്ന അവസ്ഥയായിരുന്നു. അത് കാരണം ചീനിക്കാസ് ബസ് സർവീസ് നിർത്തിയിരിക്കുകയാണ്. ഈ ബസ്സിൽ പഴം, പച്ചക്കറി, ലോട്ടറി, പാല് എല്ലാം കൂടി രാവിലെ മലക്കപ്പാറ വാൽപ്പാറ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഈ ഒരേ ഒരു ബസ് തന്നെയായിരുന്നു നമ്മുടെ ചീനിക്കാസിൻ്റെ പ്രൈവറ്റ് ബസ്. അത് KSRTCയുടെ വരവോടുകൂടി അത് അങ്ങനെ നിലയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലക്കപ്പാറ, അതായത് KSRTCക്ക് പോലും കടപിടിക്കാൻ പറ്റാത്ത റൂട്ട് പിടിച്ച ബസ് സർവീസാണ് നമ്മുടെ ചീനിക്കാസിൻ്റെ ചാലക്കുടി ടു നമ്മുടെ വാൽപ്പാറ റൂട്ട് ഇട്ടത്. നമ്മുടെ KSRTC മലക്കപ്പാറ വരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ ഒരു ബസ് ഓർമ്മയാകുകയാണ്. ഒരു കണക്കിന് നോക്കിയാൽ പ്രിയദർശിനി നല്ലതാണെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ദോഷവും തന്നെയാണ്. അപ്പോൾ എന്തായാലും പ്രിയദർശിനി ബസ് വന്നതോടുകൂടി ഒരുപാട് പേര്, സ്ഥിരമായി ജോലിക്ക് പോകുന്ന യാത്രക്കാർ, ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരുപാട് പേര് ഈ ബസ് സർവീസ് ഉപേക്ഷിച്ച് KSRTCയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ചെറിയ വ്യത്യാസത്തിലാണ് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഇത് 6:45 മറ്റേ ബസ് 7:45 അവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ആ ബസ്സിലേക്ക് തന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അത് കാരണം ചീനിക്കാസിന് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. നമ്മൾ പല പ്രാവശ്യവും ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സർവീസാണ്. ഒരു പ്രൈവറ്റ് ബസ് കാട്ടിലൂടെ പോകുമ്പോഴുള്ളൊരു ഭംഗി അത് വേറെ തന്നെയാണ്. നമ്മുടെ KSRTCയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചീനിക്കാസിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വലിയ യാത്രകൾ ഇങ്ങനെ അവസാനിച്ചു വരികയാണ്. പ്രൈവറ്റ് ബസ് മേഖലയെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രിയദർശിനി പദ്ധതി ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. കാരണം പ്രിയദർശിനി സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കാതെ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം ഇത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എന്തായാലും നമ്മൾ ചീനിക്കാസിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ബസ് സർവീസ് തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.